സ്റ്റുഡിയോ 9 നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ട്. മിക്കവാറും തുറന്ന് എനിക്ക് അടി കിട്ടാൻ കോയമ്പത്തൂർ പോയ കഥയാണ് ഇന്ന്. കൺമണിയുടെ സ്വഭാവം ചിലപ്പോഴൊക്കെ അന്യൻ സിനിമയിലെ വിക്രമിനെ പോലെയാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി ലോഞ്ച്. അപ്പൊ നമുക്ക് എല്ലാ ഫാക്കൽറ്റീസിനെയും കാണാൻ ഇവിടെ സാധിക്കില്ല. അപ്പൊ ദർശന നല്ല പണിയിലാണ്. ദർശന ഒളിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ആക്ച്വലി ഇങ്ങോട്ട് നോക്ക്, അറിയാത്തവരെ നിൽക്കുകയാണ്. ഹായ് ഓൾ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് എന്റെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. ആസ് എ സൈലന്റ് ഫാക്കൽറ്റി ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ കയറി വരുമ്പോൾ നമ്മൾ കാണുന്നത് സൈലത്തിന്റെ റിസപ്ഷൻ ഏരിയ ആണ്. സോ റിസപ്ഷൻ ഏരിയ കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് 4th ഫ്ലോറിലേക്കാണ്. നിങ്ങൾ കാണാറുള്ള സ്റ്റുഡിയോസും അതേപോലെ തന്നെ നമ്മുടെ ഓൺലൈൻ ഫാക്കൽറ്റീസിന്റെ ലോഞ്ചും ഉള്ളത് 4th ഫ്ലോറിലാണ്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, 4th ഫ്ലോറിലേക്ക് പോവാം അല്ലെ. അപ്പൊ അങ്ങനെ നമ്മൾ ലിഫ്റ്റ് വഴി 4th ഫ്ലോർ എത്തിയിരിക്കുകയാണ്. സോ 4th ഫ്ലോറിൽ നിങ്ങൾ നേരെ ഇറങ്ങുന്ന സമയത്ത് കാണുക ഇതാ ഇതേപോലൊരു ഏരിയ കാണും. നമ്മുടെ അപ്പുറത്ത് നമ്മുടെ ക്രിയേറ്റീവ് ടീംസ് ഒക്കെ ഉള്ള ഏരിയ ആണ്. ഡിജിറ്റൽ ക്രിയേറ്റേഴ്സും എല്ലാവരും അവിടെയാണുള്ളത്. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് വരുന്ന ഏരിയ ആണ് നമ്മുടെ സ്റ്റുഡിയോസിന്റെ ഏരിയ. സോ ഇതാണ് നമ്മൾ ഡോർ വരുന്നത്. എൻട്രി ഒക്കെ ആക്ച്വലി റെസ്റ്റോറന്റ് ആണ്. നമ്മുടെ സ്റ്റുഡിയോന്റെ മെയിൻ ആയിട്ടുള്ള ഉണ്ണിയാണ് നിങ്ങൾ കാണുന്നത്. ഉണ്ണി ഹായ് പറഞ്ഞേക്ക്. ഇതൊക്കെ നമ്മുടെ ടെക്നിക്കൽ ടീമാണ്. നിങ്ങൾ ലെഫ്റ്റ് സൈഡ് കാണുന്നൊക്കെ നമ്മുടെ സ്റ്റുഡിയോസ് ആണ്. നമുക്ക് ആദ്യം ഫാക്കൽറ്റി ലോഞ്ച് പോയിട്ട് നമുക്ക് സ്റ്റുഡിയോസിലേക്ക് വരാം. അപ്പൊ ഇതാണ് നമ്മുടെ ഫാക്കൽറ്റി ലോഞ്ച്. അപ്പൊ നമുക്ക് എല്ലാ ഫാക്കൽറ്റീസിനെയും കാണാൻ ഇവിടെ സാധിക്കില്ല. ആക്ച്വലി ഇവിടെ എല്ലാവരും മീറ്റിംഗിലാണ്. കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അല്ലാത്തവരൊക്കെ റെക്കോർഡിങ്ങിലാണുള്ളത്. അപ്പൊ നമുക്ക് എന്തായാലും എന്റെ സീറ്റിലേക്ക് പോവാം. അപ്പൊ ഇതാണ് എന്റെ സീറ്റ് വരുന്നത്. ഈ സീറ്റിലിരിക്കുന്ന സാറ് നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടാവും. നമ്മുടെ ഗൈഡാണ്. കുട്ടികൾക്ക് അറിയുന്നുണ്ടാവും. നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽസ് അറിയാലോ. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, നമ്മുടെ ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിന്റെ ഗൈഡാണ് കിടക്കുന്നത്. ഓരോ സബ്ജക്റ്റിനും 2 പാർട്ടായിട്ട് വരുന്ന ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് അല്ലേ. അപ്പൊ അതാണ് ഇവിടെ കാണുന്നത്. ഇപ്പൊ സ്റ്റഡി മെറ്റീരിയൽസിന്റെ ഒക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി പോയിട്ടുണ്ട്. സ്റ്റഡി മെറ്റീരിയൽസ് അൺബോക്സിംഗ് വീഡിയോ പോയിട്ടുണ്ട്. നിങ്ങൾ കാണും വിചാരിക്കുന്നു. ആക്ച്വലി ഇത് കുറേ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വരും. അപ്പോൾ നിങ്ങൾക്ക് പരിചയപ്പെടാം. എന്നാലും ഞാൻ ബയോളജി മാത്രം ഒന്ന് കാണിച്ചു തരാം. കുറച്ച് കളർഫുൾ ആയതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ബയോളജി ഇതുപോലെ കാണിച്ചു തരാം. ഓക്കെ. സോ നമുക്കിനി പോകുന്നത് സ്റ്റുഡിയോയിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത് അറിയണ്ടേ. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന സ്റ്റുഡിയോസ് ആണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള വീഡിയോ എഡിറ്റേഴ്സ് ആണ്. സുഖല്ലേ. അപ്പൊ നമ്മൾ സ്റ്റുഡിയോസിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലൈവ് ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതും ലേറ്റ് നൈറ്റ് വല്ല ക്ലാസ് എടുക്കുന്നതും ഇതൊക്കെ എവിടെ നിന്നാണ്, ഈ സ്റ്റുഡിയോസിൽ നിന്നാണ്. കുറച്ച് ആൾക്കാരുടെ വീഡിയോ എടുക്കുന്നുണ്ട്, ഒളിച്ചിരിക്കുകയാണ്. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇത് ആക്ച്വലി നമ്മുടെ ക്യാമറ പേടിച്ച് ഒളിച്ചിരുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സ്റ്റുഡിയോ 9 നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളുണ്ട്. മിക്കവാറും തുറന്ന് എനിക്ക് അടി കിട്ടാൻ ചാൻസ് ഉണ്ട്. അത് 5 ആണ്. സോ ആ 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ടന്റ് വെക്ടറിന്റെ മാട്രിക്സ്. 5ൽ നിന്ന് 2 കുറയ്ക്കുമ്പോഴാണ് നമുക്ക് റിസൾട്ടന്റ് വെക്ടറിന്റെ. സോ ഡേ ഇൻ മൈ ലൈഫിനിടയിൽ ചെറുതായിട്ടൊന്നും എന്ത് ചെയ്യാം, ക്ലാസ് എടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ബാച്ചിന്റെ ഏറ്റവും വലിയ ഫീച്ചറാണ് ലൈവ് ക്ലാസ് എന്ന് പറയുന്നത്. നിങ്ങൾ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ ലൈവ് തന്നെയാണ് അല്ലേ. അപ്പോൾ ഓരോ ചാപ്റ്ററിന്റെ ഡിഫറെന്റ് പാർട്ട് നമുക്ക് ലൈവ് പോകാറുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാറ്, ക്ലാസ് പ്രൊവൈഡ് ചെയ്യാറുള്ളത്. അപ്പം മിസ് എന്ത് ചെയ്യും, ഇവിടെ ഇങ്ങനെ സ്ലൈഡിൽ നിങ്ങളെ പഠിപ്പിക്കും. ഈ സ്ലൈഡ് മക്കൾക്ക് എന്ത് ചെയ്യും, ആ ലൈവ് കഴിയുന്ന സമയത്ത് നോട്ട്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ബാച്ചിൽ അവൈലബിൾ കൂടെയാണ് അല്ലേ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആക്ച്വലി നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ഇനി ബാക്കി കാര്യങ്ങളൊക്കെ ഉള്ളത് മേലെയാണ്. നമ്മുടെ ഡാറ്റ എൻട്രിയും കാര്യങ്ങളും നമ്മുടെ DPPs കാര്യങ്ങളും കാണണ്ടേ. നമുക്ക് മേലേക്ക് പോവാം. ഇത് ആക്ച്വലി നമ്മുടെ സൈലത്തിന്റെ 5th ഫ്ലോർ ആണ്. അപ്പൊ നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് നമ്മുടെ ഡാറ്റ എൻട്രി ടീമും അതേപോലെ ബാക്ക് ആൻഡ് സപ്പോർട്ടിന്റെ ടീംസും ആണ്. ഇതെല്ലാവരും നമ്മുടെ SME സ്റ്റാഫ് ഇവിടെയുള്ളത്. സബ്ജക്ട് മാറ്റർ എക്സ്പേർട്സ്. ഇപ്പോൾ മാത്സിന്റെ SMEs നിങ്ങളിവിടെ കാണാൻ സാധിക്കും. അവർക്ക് ഭയങ്കര പണിയിലാണ്. അപ്പൊ നമുക്ക് ഓരോ ലൈവ് ക്ലാസ് കഴിയുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാറുണ്ട്, ബാച്ചിൽ 10 MCQs കാണാറുണ്ട്. DPP എന്ന് പറയുന്ന സെക്ഷനിൽ പോയി നോക്കുവാണെങ്കിൽ പാർട്ട് 1 കഴിയുമ്പോൾ നമുക്ക് 10 MCQs എന്താണ്, ആ ടോപ്പിക്കിനെ ബേസ്ഡ് ആയിട്ട് കാണാൻ പറ്റും. അത്തരത്തിൽ നിങ്ങൾക്ക് ബാക്ക് എൻഡിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് അപ്ലോഡ് ചെയ്യുന്നത് ഇവരാണ്. അപ്പൊ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള 10 MCQs ബാക്ക് എൻഡിലേക്ക് ഇടുന്നത് ഇവരായിരിക്കും. അപ്പൊ ദർശന നല്ല പണിയിലാണ് ദർശന്. ഓക്കെ.
അപ്പൊ ഇത് മാത്രമല്ല നമ്മുടെ ടീം, ബാക്കി സബ്ജക്റ്റും നമുക്ക് എന്തുണ്ട്, SMEs ഉണ്ട്, DPP സ്റ്റാഫ്സ് ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെയാണുള്ളത്. അപ്പൊ ഇവിടെ നമുക്കൊരു പ്രിന്റ് എടുക്കാനുണ്ട്. നമ്മൾ നേരെ വരണത് ഇങ്ങോട്ടേക്കാണ്. അപ്പൊ ഈ സാധനം നിങ്ങൾക്ക് നല്ല പരിചയം ഉണ്ടായിരിക്കും. നിങ്ങളുടെ ആപ്പിൽ നമ്മൾ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും ഇത് പ്രൊവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. ഇൻസ്റ്റാളർ എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഓർമ്മയില്ലേ? അപ്പോൾ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും സിംപ്ലസ്റ്റ് വേർഷൻ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം. അതായത് ചാപ്റ്ററിന്റെ ഷോർട്ട് നോട്ട് പോലെയാണ്. അപ്പൊ നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, NCERT ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഒരു 1-2 പേജിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ കംപ്ലീറ്റ് ചാപ്റ്റർ കാണാൻ വേണ്ടി പറ്റും. അതാണ് ഇൻസ്റ്റാളർ എന്ന് പറയുന്നത്. ഒരു അടിപൊളി ഫീച്ചറാണ്, നല്ല ഫീഡ്ബാക്ക് കിട്ടിയിട്ടുള്ള ഫീച്ചറാണ് നമ്മുടേത്. നിങ്ങൾക്ക് ഇതുപോലെ പ്രിന്റ് എടുത്ത് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സൂക്ഷിക്കാൻ വേണ്ടി പറ്റും. ബാച്ചിലെ മക്കൾക്ക് ഡൗൺലോഡ് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഡൗൺലോഡ് ചെയ്ത് മക്കൾക്ക് എന്ത് ചെയ്യാം, പ്രിന്റ് എടുക്കാൻ വേണ്ടി പറ്റും. പ്രിന്റ് എടുത്ത് എന്ത് ചെയ്യാൻ പറ്റും, ഇതുപോലെ പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മൈൻഡ് മാപ്പ് ആണ്. എനിക്കിതിന് വെരിഫിക്കേഷൻ ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ എഡിറ്റേഴ്സിന്റെ റൂം കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ നിങ്ങൾ പ്രധാനമായിട്ട് അറിയുന്ന ഒരു ഫാക്കൽറ്റി ഞാൻ കാണിച്ചു തരാം. അമീൻ സർ ഇങ്ങോട്ട് നോക്ക്, അറിയാത്ത പോലെ നിൽക്കുകയാണ്. നമ്മുടെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ആസ് എ ഫാക്കൽറ്റി. നമ്മുടെ മൊത്തം ടീമിനെ കാണിക്കുന്നുണ്ട്. അമീൻ സർ ഫാൻസ് ഇത് കാണുന്നുണ്ടാവും. നമ്മുടെ ചാനലിൽ കാണുന്ന വീഡിയോസ് ഉണ്ടാവുമല്ലോ, അതൊക്കെ എഡിറ്റ് ചെയ്യുന്നത് ഈ ഒരു ടീമാണ്, നമ്മുടെ എഡിറ്റേഴ്സിന്റെ ടീമാണ്. ആക്ച്വലി നിങ്ങൾക്കൊരു സാധനം കൂടെ കാണിച്ചു തരാം. ഇവിടെ ആക്ച്വലി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് സൗണ്ട് എടുക്കാൻ പറ്റില്ല. നമ്മുടെ സ്വന്തം CEO. ഹലോ, നിങ്ങൾക്ക് പരിചയമുള്ള ഒരുപാട് ഫാക്കൽറ്റീസ് ഇവിടെ കാണാൻ പറ്റും. നമ്മുടെ AD സാറും JC സാറും ബാബു സാറും അനസ് സാറും എല്ലാവരും, JK, അർച്ചന മിസ്, SR, പ്രിറ്റി മിസ്, അമീൻ സാറെ കാണിച്ചു, BJR. നമ്മുടെ പ്ലേ ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കിക്കേ. എല്ലാം കൂടെ എല്ലാ ക്ലാസ്സിന്റെയും പ്ലേ ബട്ടൺ ആണ് നിങ്ങൾ കാണുന്നത്. ഗോൾഡൻ മുതൽ സിൽവർ എല്ലാം കാണുന്നുണ്ട്. അപ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ വർക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാം, ചെറുതായിട്ട് ഇതിൻ്റെ വെരിഫിക്കേഷൻ ചെയ്തിട്ട് പിന്നെ കാണാം. അപ്പോൾ വെരിഫിക്കേഷൻ്റെ കാര്യം എനിക്ക് പറഞ്ഞു. ഇതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തന്നോടാ. ഇത് മൈൻഡ് മാപ്പാണ്. നിങ്ങളുടെ ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഫീച്ചറാണ്. മൈൻഡ് മാപ്പ് എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്ററിന്റെ ഒരു ചെറിയ രൂപം എന്ന് വേണമെങ്കിൽ പറയാം. ഈ പേപ്പേഴ്സിൽ ഇതൊക്കെ പഠിപ്പിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് സെറ്റായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, റിവിഷൻ സമയത്ത് യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഇത് എവിടെയെങ്കിലും സ്റ്റിക്ക് ചെയ്യാം, ഇത് എപ്പോഴും റിവൈസ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതുപോലെ കളേർഡ് ബോക്സസിലായിരിക്കും എല്ലാം കൊടുക്കുന്നുണ്ടാവുക. ഫോർമുലാസും കാര്യങ്ങളും എല്ലാം ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമുക്ക് ലൈവ് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്യുന്നത്, നമ്മുടെ അക്കാദമിക് പ്ലാൻ ഒക്കെ സെറ്റ് ചെയ്ത് ഷെഡ്യൂളിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആരാ നോക്കണ്ടേ നമുക്ക്? ആ ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ കോർഡിനേറ്റേഴ്സിന്റെ ടീമാണ്. നമുക്കുള്ള എല്ലാ പണികളും തരുന്നത് ആക്ച്വലി ഇവരാണ് കേട്ടോ. സോ നമ്മുടെ +1+2 മൊത്തം ലൈവ് ഷെഡ്യൂൾ ചെയ്യുന്നതും അതേപോലെ നമ്മുടെ അക്കാദമിക് പ്ലാനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന രഹനയാണ്. രഹന ആക്ച്വലി പണിയിലാണല്ലേ രഹന? കുറച്ചധികം പണിയിലാണ്. നമ്മൾ ബുദ്ധിമുട്ടിക്കണില്ല. നമുക്ക് എന്ത് ചെയ്യാം, താഴേക്ക് പോവാം. നമുക്ക് ചെറുതായിട്ട് എന്ത് ചെയ്യണം, സ്റ്റുഡിയോയിൽ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൊ യൂട്യൂബിൽ നിങ്ങൾ ആഡ് കാണാറുണ്ട്, പ്രൊമോസ് കാണാറുണ്ട്, ലൈവിന് മുന്നേ പ്രൊമോസ് കാണാറുണ്ട്. അപ്പൊ അത്തരത്തിലൊരു പ്രൊമോ എനിക്ക് എടുക്കാനുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോ എടുത്ത് വരാം. അപ്പൊ ഇനി നമുക്കൊരു പ്രൊമോ എടുക്കാനുണ്ട്, ശേഷം നമുക്കൊരു ലൈവ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് കണ്ടു കാണും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബാച്ചിലർ ഫീച്ചേഴ്സ് ആയിക്കോട്ടെ, ഇൻസ്റ്റാളർ, മൈൻഡ് മാപ്പ്, ലൈവ് ക്ലാസുകൾ, റെക്കോർഡ് ക്ലാസുകൾ, അതുപോലെ DPPs, ഒരുപാട് ഫീച്ചേഴ്സ് നിങ്ങൾ നേരിട്ട് കണ്ടു കഴിഞ്ഞു അല്ലേ? അപ്പോൾ ഇതുപോലെയാണ് ഓരോ സൈബർ ഫാക്കൽറ്റിയും വർക്ക് ചെയ്യുന്നത്. ഇതിനേക്കാൾ കൂടുതൽ വർക്കുള്ള ദിവസങ്ങൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ഫീച്ചേഴ്സ് മാക്സിമം യൂസ് ചെയ്യുക, നല്ലോണം പഠിക്കുക. +1 +2 കാലം എന്ന് പറയുന്നത് അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് നല്ല സ്കോർ വാങ്ങിക്കാൻ നോക്കുക. അപ്പോൾ ഇപ്പം നിങ്ങൾ നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, 10% ഓഫറോട് കൂടെ തന്നെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ അവസരമുണ്ട്. അവസരം മിസ്സാക്കണ്ട. അപ്പോൾ എല്ലാവരെയും വീണ്ടും കാണാം, പ്രൊമോ എടുത്തിട്ട് കാണാം.